കർത്താവിന്റെ നാമത്തിന് സ്തുതി. ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും. ദയവായി ഷെയർ, സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ ബൈബിൾ വാക്യങ്ങൾ: ആമോസ് 7-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ആമോസ് 7-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. യഹോവയായ കർത്താവ് എനിക്ക് കാണിച്ചു തന്നതെന്നാൽ, പുല്ല് രണ്ടാമത് മുളച്ചു തുടങ്ങിയപ്പോൾ അവൻ വിട്ടിലുകളെ നിർമ്മിച്ചു. അത് രാജാവിന്റെ വക പുല്ലു അരിഞ്ഞ ശേഷം മുളച്ച രണ്ടാമത്തെ പുല്ലു ആയിരുന്നു. എന്നാൽ അവ ദേശത്തിലെ സസ്യം തിന്നു തീർന്നപ്പോൾ, ഞാൻ യഹോവയായ കർത്താവെ ക്ഷമിക്കണമേ, യാക്കോബ് എങ്ങനെ നിവർന്നു നിൽക്കും? അവൻ ചെറിയവനല്ലോ എന്ന് പറഞ്ഞു. യഹോവ അതിനെക്കുറിച്ച് അനുതപിച്ചു. അത് സംഭവിക്കില്ല എന്ന് യഹോവ അരുളിച്ചെയ്തു. യഹോവയായ കർത്താവ് എനിക്ക് കാണിച്ചു തന്നതെന്നാൽ, യഹോവയായ കർത്താവ് തീയാൽ വ്യവഹരിപ്പാൻ അതിനെ വിളിച്ചു. അത് വലിയ ആഴിയെ വറ്റിച്ചു കളഞ്ഞിട്ട് യഹോവയുടെ ഓഹരിയെയും തിന്നുകളവാൻ ഭാവിച്ചു. അപ്പോൾ ഞാൻ, യഹോവയായ കർത്താവെ മതിയാക്കണമേ, യാക്കോബ് എങ്ങനെ നിവർന്നു നിൽക്കും? അവൻ ചെറിയവനല്ലോ എന്ന് പറഞ്ഞു. യഹോവ അതിനെക്കുറിച്ച് അനുതപിച്ചു. അത് സംഭവിക്കയില്ല എന്ന് യഹോവയായ കർത്താവ് അരുളിച്ചെയ്തു. അവൻ എനിക്ക് കാണിച്ചു തന്നതെന്നാൽ, കർത്താവ് കയ്യിൽ തൂക്കുകട്ട പിടിച്ചുകൊണ്ട് തൂക്കുകട്ട തൂക്കിയുണ്ടാക്കിയൊരു മതിലിന്മേൽ നിന്നു. യഹോവ എന്നോട്, ആമോസേ, നീ എന്ത് കാണുന്നു എന്ന് ചോദിച്ചതിന്, ഒരു തൂക്കുകട്ട എന്ന് ഞാൻ പറഞ്ഞു. അതിന് കർത്താവ്, ഞാൻ എന്റെ ജനമായ ഇസ്രായേലിന്റെ നടുവിൽ ഒരു തൂക്കുകട്ട പിടിക്കും. ഞാൻ ഇനി അവരെ ശിക്ഷിക്കാതെ വിടുകയില്ല. ഇസ്ഹാക്കിന്റെ പൂജാഗിരികൾ പാഴും ഇസ്രായേലിന്റെ വിശുദ്ധ മന്ദിരങ്ങൾ ശൂന്യവുമായി തീരും. ഞാൻ യൊരോബെയാം ഗൃഹത്തോട് വാളുമായി എതിർത്തു നിൽക്കും എന്ന് അരുളിച്ചെയ്തു. എന്നാൽ ബേഥേലിലെ പുരോഹിതനായ അമസ്യാവ് ഇസ്രായേൽ രാജാവായ യൊരോബെയാമിന്റെ അടുക്കൽ ആളയച്ചു. ആമോസ് ഇസ്രായേൽ ഗൃഹത്തിന്റെ മധ്യേ നിനക്ക് വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കുന്നു. അവന്റെ വാക്കു ഒക്കെയും സഹിപ്പാൻ ദേശത്തിന് കഴിവില്ല. യൊരോബെയാം വാൾ കൊണ്ട് മരിക്കും. ഇസ്രായേൽ സ്വദേശം വിട്ട് പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും എന്നിങ്ങനെ ആമോസ് പറയുന്നു എന്ന് പറയിച്ചു. എന്നാൽ ആമോസിനോട് അമസ്യാവ്, എടോ ദർശക, യഹൂദാദേശത്തിലേക്ക് ഓടിപ്പോയിക്കൊള്ളുക. അവിടെ പ്രവചിച്ചു അഹോവൃത്തി കഴിച്ചുകൊള്ളുക. ബേഥേലിലോ ഇനി പ്രവചിക്കരുത്. അത് രാജാവിന്റെ വിശുദ്ധ മന്ദിരവും രാജധാനിയുമല്ലോ എന്ന് പറഞ്ഞു. അതിനു ആമോസ് അമസ്യാവോട്, ഞാൻ പ്രവാചകനല്ല, പ്രവാചക ശിഷ്യനുമല്ല, ഇടയനും കാട്ടത്തിപ്പഴം പെറുക്കുന്നവനും അത്രേ. ഞാൻ ആടുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ യഹോവ എന്നെ പിടിച്ചു. നീ ചെന്ന് എന്റെ ജനമായ ഇസ്രായേലിനോട് പ്രവചിക്ക എന്ന് യഹോവ എന്നോട് കൽപ്പിച്ചു എന്ന് ഉത്തരം പറഞ്ഞു. ആകയാൽ നീ യഹോവയുടെ വചനം കേൾക്ക. ഇസ്രായേലിനെക്കുറിച്ച് പ്രവചിക്കരുത്. ഇസ്ഹാക്ക് ഗൃഹത്തിന് നിന്റെ വചനം പൊഴിക്കരുത് എന്ന് നീ പറയുന്നുവല്ലോ. അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിന്റെ ഭാര്യ നഗരത്തിൽ വേശ്യയാകും. നിന്റെ പുത്രന്മാരും പുത്രിമാരും വാൾകൊണ്ട് വീഴും. നിന്റെ ദേശം അളവുനൂൽ കൊണ്ട് വിഭാഗിക്കപ്പെടും. നീയോ ഒരു അശുദ്ധ ദേശത്ത് വെച്ച് മരിക്കും. ഇസ്രായേൽ സ്വദേശം വിട്ടു പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും. ആമോസ് 8-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ആമോസ് 8-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. യഹോവയായ കർത്താവ് എനിക്ക് ഒരു കൊട്ട പഴുത്ത പഴം കാണിച്ചു തന്നു. ആമോസെ, നീ എന്ത് കാണുന്നു എന്നു അവൻ ചോദിച്ചതിന്, ഒരു കൊട്ട പഴുത്ത പഴം എന്ന് ഞാൻ പറഞ്ഞു. യഹോവ എന്നോട് അരുളിച്ചെയ്തത്, എന്റെ ജനമായ ഇസ്രായേലിനു പഴുപ്പ് വന്നിരിക്കുന്നു. ഞാൻ ഇനി അവരെ ശിക്ഷിക്കാതെ വിടുകയില്ല. അന്നാളിൽ മന്ദിരത്തിലെ ഗീതങ്ങൾ മുറവിളിയാകും എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ശവം അനവധി, എല്ലായിടത്തും അവയെ എറിഞ്ഞുകളയും. മിണ്ടരുത്. ഞങ്ങൾ യാഫിയെക്കുറിച്ച് ശേക്കേലിനെ വലുതാക്കി കള്ളത്തുലാസുകൊണ്ട് വഞ്ചന പ്രവർത്തിച്ചു. എളിയവരെ പണത്തിനും ദരിദ്രന്മാരെ ഒരു കൂട്ടു ചെരുപ്പിനും മേടിക്കേണ്ടതിനും കോതമ്പിന്റെ പതിർ വിൽക്കേണ്ടതിനും ധാന്യവ്യാപാരം ചെയ്യുവാൻ തക്കവണ്ണം അമാവാസിയും കോതമ്പ് പീടിക തുറന്നുവെപ്പാൻ തക്കവണ്ണം ശബത്തും എപ്പോൾ കഴിഞ്ഞുപോകും എന്ന് പറഞ്ഞു. ദരിദ്രന്മാരെ വിഴുങ്ങുവാനും ദേശത്തിലെ സാധുക്കളെ ഇല്ലാതാക്കുവാനും പോകുന്നവരെ ഇത് കേൾപ്പീൻ. ഞാൻ അവരുടെ പ്രവൃത്തികളിൽ യാതൊന്നും ഒരു നാളും മറക്കയില്ല എന്ന് യഹോവ യാക്കോബിന്റെ മഹിമയെ ചൊല്ലി സത്യം ചെയ്തിരിക്കുന്നു. അത് നിമിത്തം ഭൂമി നടുങ്ങുകയും അതിൽ പാർക്കുന്ന ഏവനും ഭ്രമിച്ചു പോകുകയും ചെയ്യുകയില്ലയോ? അത് മുഴുവനും നീലനദി പോലെ പൊങ്ങും, മിസ്രൈമിലെ നദി പോലെ പൊങ്ങുകയും താഴുകയും ചെയ്യും. അന്നാളിൽ ഞാൻ ഉച്ചയ്ക്കു സൂര്യനെ അസ്തമിപ്പിക്കുകയും പട്ടാപ്പകൽ ഭൂമിയെ ഇരുട്ടാക്കുകയും ചെയ്യും. ഞാൻ നിങ്ങളുടെ ഉത്സവങ്ങളെ ദുഃഖമായും നിങ്ങളുടെ ഗീതങ്ങളെ വിലാപമായും മാറ്റും. ഞാൻ ഏത് അരയിലും രട്ടും ഏത് തലയിലും കഷണ്ടിയും വരുത്തും.
ഞാൻ അതിനെ ഒരു ഏകജാതനെക്കുറിച്ചുള്ള വിലാപം പോലെയും അതിന്റെ അവസാനത്തെ കയ്പുള്ള ദിവസം പോലെയും ആക്കും എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല, യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിനുള്ള വിശപ്പ് തന്നെ ഞാൻ ദേശത്ത് അയക്കുന്ന നാളുകൾ വരുന്നു എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. അന്ന് അവർ സമുദ്രം മുതൽ സമുദ്രം വരെയും വടക്കു മുതൽ കിഴക്കുവരെയും ഉഴന്നു ചെന്ന് യഹോവയുടെ വചനം അന്വേഷിച്ചു അലഞ്ഞു നടക്കും, കണ്ടു കിട്ടുകയില്ല താനും. അന്നാളിൽ സൗന്ദര്യമുള്ള കന്യകമാരും യൗവനക്കാരും ദാഹം കൊണ്ട് ബോധം കെട്ട് വീഴും. ദാനേ, നിന്റെ ദൈവത്താണ, ബേർശേബ മാർഗത്താണ എന്ന് പറഞ്ഞുകൊണ്ട് ശമര്യരുടെ അകൃത്യത്തെ ചൊല്ലി സത്യം ചെയ്യുന്നവർ വീഴും, ഇനിയും എഴുന്നേൽക്കുകയുമില്ല. ആമോസ് 9 1 മുതലുള്ള വാക്യങ്ങൾ. ആമോസ് 9 1 മുതലുള്ള വാക്യങ്ങൾ. യഹോവ യാഗപീഠത്തിനു മീതെ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവൻ അരുളി ചെയ്തതെന്നാൽ, ഉത്തരങ്ങൾ കുലുങ്ങുമാർ നീ പൊതിയെ അടിക്ക, അവ എല്ലാവരുടെയും തലമേൽ വീഴുവാൻ തക്കവണ്ണം തകർത്തു കളക. അവരുടെ സന്തതിയെ ഞാൻ വാൾ കൊണ്ട് കൊല്ലും, അവരിലാരും ഓടിപ്പോകയില്ല, അവരിലാരും വഴുതിപ്പോകുകയുമില്ല. അവർ പാതാളത്തിൽ തുരന്നു കടന്നാലും അവിടെ നിന്ന് എന്റെ കൈ അവരെ പിടിക്കും. അവർ ആകാശത്തിലേക്ക് കയറിപ്പോയാലും അവിടെ നിന്ന് ഞാൻ അവരെ ഇറക്കും. അവർ കർമ്മേലിന്റെ കൊടിമുടിയിൽ ഒളിച്ചിരുന്നാലും ഞാൻ അവരെ തിരഞ്ഞ് അവിടെ നിന്ന് പിടിച്ചുകൊണ്ടുവരും. അവർ എന്റെ ദൃഷ്ടിയിൽ നിന്ന് സമുദ്രത്തിന്റെ അടിയിൽ മറഞ്ഞിരുന്നാലും ഞാൻ അവരെ സർപ്പത്തോട് കൽപ്പിച്ചിട്ട് അതും അവരെ കടിക്കും. അവർ ശത്രുക്കളുടെ മുമ്പിൽ പ്രവാസത്തിലേക്ക് പോയാലും ഞാൻ അവിടെ വാളിനോട് കൽപ്പിച്ചിട്ട് അതും അവരെ കൊല്ലും. നന്മയ്ക്കായിട്ടല്ല, തിന്മയ്ക്കായിട്ട് തന്നെ ഞാൻ അവരുടെ മേൽ ദൃഷ്ടിവെക്കും. സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് ദേശത്തെ തൊടുന്നു, അത് ഉരുകിപ്പോകുന്നു. അതിൽ പാർക്കുന്നവരൊക്കെയും വിലപിക്കും. അത് മുഴുവനും നീലനദി പോലെ പൊങ്ങുകയും മിസ്രയീമിലെ നദി പോലെ താഴുകയും ചെയ്യും. അവൻ ആകാശത്തിൽ തന്റെ മാളികമുറികളെ പണികയും ഭൂമിയിൽ തന്റെ കമാനത്തിനു അടിസ്ഥാനമിടുകയും സമുദ്രത്തിലെ വെള്ളത്തെ വിളിച്ചു ഭൂതലത്തിൽ പകരുകയും ചെയ്യുന്നു. യഹോവയെന്നാകുന്നു അവന്റെ നാമം. ഇസ്രയേൽ മക്കളെ, നിങ്ങൾ എനിക്ക് കൂശ്യരെ പോലെ അല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ ഇസ്രയേലിനെ മിസ്രയീം ദേശത്തു നിന്നും ഫെലിസ്ത്യരെ കഫ്തോരിൽ നിന്നും അരാമ്യരെ കീറിൽ നിന്നും കൊണ്ടുവന്നില്ലയോ? യഹോവയായ കർത്താവിന്റെ ദൃഷ്ടി പാപമുള്ള രാജ്യത്തിന്മേൽ ഇരിക്കുന്നു. ഞാൻ അതിനെ ഭൂതലത്തിൽ നിന്ന് നശിപ്പിക്കും, എങ്കിലും ഞാൻ യാക്കോബ് ഗൃഹത്തെ മുഴുവനും നശിപ്പിക്കുകയില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. അരിപ്പ കൊണ്ട് അരിക്കുന്നതുപോലെ ഞാൻ ഇസ്രയേൽ ഗൃഹത്തെ സകല ജാതികളുടെയും ഇടയിൽ അരിപ്പാൻ കൽപ്പിക്കും. ഒരു മണി പോലും നിലത്ത് വീഴുകയില്ല, അനർത്ഥം ഞങ്ങളെ തുടർന്നെത്തുകയില്ല, എത്തിപ്പിടിക്കുകയുമില്ല എന്ന് പറയുന്നവരായി എന്റെ ജനത്തിലുള്ള സകല പാപികളും വാൾ കൊണ്ട് മരിക്കും. അവർ ഏദോമിൽ ശേഷിച്ചിരിക്കുന്നവരുടെയും എന്റെ നാമം വിളിക്കപ്പെടുന്ന സകല ജാതികളുടെയും ദേശത്തെ കൈവശമാക്കേണ്ടതിന് വീണുപോയ ദാവീദിൻ കൂടാരത്തെ ഞാൻ അന്നാളിൽ നിവർത്തുകയും അതിന്റെ പിളർപ്പുകളെ അടയ്ക്കുകയും അവന്റെ ഇടിവുകളെ തീർക്കുകയും അതിനെ പുരാതന കാലത്തിലെന്ന പോലെ പണിയുകയും ചെയ്യും എന്നാകുന്നു ഇത് അനുഷ്ഠിക്കുന്ന യഹോവയുടെ അരുളപ്പാട്. ഉഴുന്നവൻ കൊയ്യുന്നവനെയും മുന്തിരിപ്പഴം ചവിട്ടുന്നവൻ വിതയ്ക്കുന്നവനെയും തുടർന്നെത്തുകയും പർവ്വതങ്ങൾ പുതുവീഞ്ഞു പൊഴിക്കുകയും എല്ലാ കുന്നുകളും ഉരുകിപ്പോകുകയും ചെയ്യുന്ന നാൾ വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ ഞാൻ എന്റെ ജനമായ ഇസ്രായേലിന്റെ പ്രവാസികളെ മടക്കി വരുത്തും. ശൂന്യമായി പോയിരുന്ന പട്ടണങ്ങളെ അവർ പണിതു പാർക്കുകയും മുന്തിരിത്തോട്ടങ്ങൾ ഉണ്ടാക്കി അവയിലെ വീഞ്ഞു കുടിക്കുകയും തോട്ടങ്ങൾ ഉണ്ടാക്കി അവയിലെ ഫലം അനുഭവിക്കുകയും ചെയ്യും. ഞാൻ അവരെ അവരുടെ ദേശത്ത് നടും. ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്ന ദേശത്ത് നിന്ന് അവരെ ഇനിയും പറിച്ചു കളയുകയുമില്ല എന്ന് നിന്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു. വെളിപ്പാട് 6 മുതലുള്ള വാക്യങ്ങൾ. വെളിപ്പാട് 6 മുതലുള്ള വാക്യങ്ങൾ. കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന് 4 ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന്റെ കൈയിൽ ഒരു വില്ലുണ്ട്. അവനൊരു കിരീടവും ലഭിച്ചു. അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. അവൻ 2 മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 2 ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ചുവന്നതായ മറ്റൊരു കുതിര പുറപ്പെട്ടു. അതിന്റെ പുറത്ത് ഇരിക്കുന്നവന് മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അധികാരം ലഭിച്ചു. ഒരു വലിയ വാളും അവന് കിട്ടി. 3 മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 3 ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു കറുത്ത കുതിരയെ കണ്ടു.
അതിന്മേൽ ഇരിക്കുന്നവൻ ഒരു തുലാസ് കൈയിൽ പിടിച്ചിരുന്നു. ഒരു പണത്തിന് ഒരിടങ്ങഴി കോതമ്പ്, ഒരു പണത്തിന് 3 ഇടങ്ങഴി യവം. എന്നാൽ എണ്ണയ്ക്കും വീഞ്ഞിനും കേട് വരുത്തരുത് എന്ന് 4 ജീവികളുടെയും നടുവിൽ നിന്ന് ഒരു ശബ്ദം ഞാൻ കേട്ടു. 4 മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 4-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ മഞ്ഞനിറമുള്ള ഒരു കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന് മരണം എന്നു പേർ. പാതാളം അവനെ പിന്തുടർന്നു. അവർക്ക് വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നുകളവാൻ ഭൂമിയുടെ കാലാംശത്തിന്മേൽ അധികാരം ലഭിച്ചു. അവൻ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചനം നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും ആർക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിന് കീഴിൽ കണ്ടു. വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതിരിക്കും എന്നു അവർ ഉറക്കെ നിലവിളിച്ചു. അപ്പോൾ അവരിൽ ഓരോരുത്തനും വെള്ളനിലയെങ്കിൽ കൊടുത്തു. അവരെപ്പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹഭൃത്യന്മാരും സഹോദരന്മാരും വന്നു തികയുവോളം അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കണമെന്ന് അവർക്ക് അരുളപ്പാടുണ്ടായി. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പമുണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ കാർത്തു. ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു. അത്തിവൃക്ഷം പെരുങ്കാറ്റുകൊണ്ട് കുലുങ്ങിയിട്ട് കായ് ഉതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. പുസ്തകച്ചുരുൾ ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്ത് നിന്ന് ഇളകിപ്പോയി. ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകല ദാസനും സ്വതന്ത്രനും ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവീൻ. സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുഖം കാണാതെ വണ്ണവും കുഞ്ഞാടിന്റെ കോപം തട്ടാതെ വണ്ണവും ഞങ്ങളെ മറപ്പീൻ. അവരുടെ മഹാകോപ ദിവസം വന്ന് ആർക്ക് നിൽപ്പാൻ കഴിയും എന്ന് പറഞ്ഞു. സദൃശവാക്യങ്ങൾ അധ്യായം 13. ജ്ഞാനമുള്ള മകൻ അപ്പന്റെ പ്രബോധനാഫലം. പരിഹാസിയോ ശാസന കേട്ട് അനുസരിക്കുന്നില്ല. തന്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിക്കും. ദ്രോഹികളുടെ ആഗ്രഹമോ സാഹസം തന്നെ. വായെ കാത്തുകൊള്ളുന്നവൻ പ്രാണനെ സൂക്ഷിക്കുന്നു. അധരങ്ങളെ പിളർക്കുന്നവനോ നാശം ഭവിക്കും. മടിയൻ കൊതിച്ചിട്ടും ഒന്നും കിട്ടുന്നില്ല. ഉത്സാഹികളുടെ പ്രാണനോ പുഷ്ടിയുണ്ടാകും. നീതിമാൻ ഭോഷ്ക് വെറുക്കുന്നു. ദുഷ്ടനോ ലജ്ജയും നിന്ദയും വരുത്തുന്നു. നീതി സന്മാർഗിയെ കാക്കുന്നു. ദുഷ്ടതയോ പാപിയെ മറച്ചുകളയുന്നു. ഒന്നുമില്ലാഞ്ഞിട്ടും ധനികൻ എന്നു നടിക്കുന്നവൻ ഉണ്ട്. വളരെ ധനമുണ്ടായിട്ടും ദരിദ്രൻ എന്നു നടിക്കുന്നവനും ഉണ്ട്. മനുഷ്യന്റെ ജീവന് മറവില അവന്റെ സമ്പത്ത് തന്നെ. ദരിദ്രനോ ഭീഷണി പോലും കേൾക്കേണ്ടി വരുന്നില്ല. നീതിമാന്റെ വെളിച്ചം പ്രകാശിക്കുന്നു. ദുഷ്ടന്മാരുടെ വിളക്കോ കെട്ടുപോകും. അഹങ്കാരം കൊണ്ട് വിവാദം മാത്രമുണ്ടാകുന്നു. ആലോചന കേൾക്കുന്നവരുടെ പക്കലോ ജ്ഞാനമുണ്ട്. അന്യായമായി സമ്പാദിച്ച ധനം കുറഞ്ഞു കുറഞ്ഞു പോകും. അധ്വാനിച്ച് സമ്പാദിക്കുന്നവനോ വർദ്ധിച്ചു വർദ്ധിച്ചു വരും. ആശാവിളംബനം ഹൃദയത്തെ ക്ഷീണിപ്പിക്കുന്നു. ഇച്ഛാനിവൃത്തിയോ ജീവവൃക്ഷം തന്നെ. വചനത്തെ നിന്ദിക്കുന്നവൻ അതിന് ഉത്തരവാദി. കൽപ്പനയെ ഭയപ്പെടുന്നവനോ പ്രതിഫലം പ്രാപിക്കുന്നു. ജ്ഞാനിയുടെ ഉപദേശം ജീവന്റെ ഉറവാകുന്നു. അതിനാൽ മരണത്തിന്റെ കണികളെ ഒഴിഞ്ഞുപോകും. സൽബുദ്ധിയാൽ രഞ്ജനയുണ്ടാകുന്നു. ദ്രോഹിയുടെ വഴിയോ ദുർഘടം. സൂക്ഷ്മബുദ്ധിയുള്ള ഏവനും പരിജ്ഞാനത്തോടെ പ്രവർത്തിക്കുന്നു. ഭോഷനോ തന്റെ ഭോഷത്വം വിടർത്ത് കാണിക്കുന്നു. ദുഷ്ടദൂതൻ ദോഷത്തിലകപ്പെടുന്നു. വിശ്വസ്തനായ സ്ഥാനപതിയോ സുഖം നൽകുന്നു. പ്രബോധനം ത്യജിക്കുന്നവന് ദാരിദ്ര്യവും ലജ്ജയും വരും. ശാസന കൂട്ടാക്കുന്നവനോ ബഹുമാനം ലഭിക്കും. ഇച്ഛാനിവൃത്തി മനസ്സിന് മധുരമാകുന്നു. ദോഷം വിട്ടകലുന്നതോ ഭോഷന്മാർക്ക് വെറുപ്പ്. ജ്ഞാനികളോടുകൂടെ നടക്ക, നീയും ജ്ഞാനിയാകും. ഭോഷന്മാർക്ക് കൂട്ടാളിയായവനോ വ്യസനിക്കേണ്ടി വരും. ദോഷം പാപികളെ പിന്തുടരുന്നു. നീതിമാന്മാർക്കോ നന്മ പ്രതിഫലമായി വരും. ഗുണവാൻ മക്കളുടെ മക്കൾക്ക് അവകാശം വെച്ചേക്കുന്നു. പാപിയുടെ സമ്പത്തോ
നീതിമാനു വേണ്ടി സംഗ്രഹിക്കപ്പെടുന്നു. സാധുക്കളുടെ കൃഷി വളരെ ആഹാരം നൽകുന്നു, എന്നാൽ അന്യായം ചെയ്തിട്ട് നശിച്ചു പോകുന്നവരുമുണ്ട്. വടി ഉപയോഗിക്കാത്തവൻ തന്റെ മകനെ പകയ്ക്കുന്നു, അവനെ സ്നേഹിക്കുന്നവനോ ചെറുപ്പത്തിലെ അവനെ ശിക്ഷിക്കുന്നു. നീതിമാൻ വേണ്ടുവോളം ഭക്ഷിക്കുന്നു, ദുഷ്ടന്മാരുടെ വയറോ വിശന്നുകൊണ്ടിരിക്കും. 34 പാട്ട്. വാഴ്ത്തുമേ ഞാൻ, വാഴ്ത്തുമേ ഞാൻ. വാഴ്ത്തുമേ ഞാൻ, വാഴ്ത്തുമേ ഞാൻ എന്നെ യേശുവിൻ ദിവ്യനാമത്തെ, എന്നെ രക്ഷിച്ച യേശുവിൻ ദിവ്യനാമത്തെ. വാഴ്ത്തുമേ ഞാൻ. സ്നേഹത്താൽ കാൽവരിയിൽ എന്റെ പാപം വഹിച്ചതിനാൽ, അത്ഭുത സ്നേഹത്താൽ കാൽവരിയിൽ എന്റെ പാപം വഹിച്ചതിനാൽ, ജീവനാളെല്ലാം നന്ദിയോടെ ഞാൻ വാഴ്ത്തി സ്തുതിച്ചിടുമേ. ജീവനാളെല്ലാം നന്ദിയോടെ ഞാൻ വാഴ്ത്തി സ്തുതിച്ചിടുമേ. വാഴ്ത്തുമേ ഞാൻ, വാഴ്ത്തുമേ ഞാൻ എന്നെ രക്ഷിച്ച യേശുവിൻ ദിവ്യനാമത്തെ, എന്നെ രക്ഷിച്ച യേശുവിൻ ദിവ്യനാമത്തെ. വാഴ്ത്തുമേ ഞാൻ. ക്രിസ്തുവിനോടു ചേർന്നിടുന്ന സ്നാനമേൽക്കാൻ കൃപ തന്നതായി, ക്രിസ്തുവിനോടു ചേർന്നിടുന്ന സ്നാനമേൽക്കുവാൻ കൃപ തന്നതായി, ജീവനാളെല്ലാം നന്ദിയോടെ ഞാൻ സ്തുതിച്ചിടുമേ. ജീവനാളെല്ലാം നന്ദിയോടെ ഞാൻ വാഴ്ത്തി സ്തുതിച്ചിടുമേ. വാഴ്ത്തുമേ ഞാൻ, വാഴ്ത്തുമേ ഞാൻ എന്നെ രക്ഷിച്ച യേശുവിൻ ദിവ്യനാമത്തെ, എന്നെ രക്ഷിച്ച യേശുവിൻ ദിവ്യനാമത്തെ. വാഴ്ത്തുമേ ഞാൻ. പുത്രത്വത്തിൻ ദൈവാത്മാവിനാൽ അഭിഷേകം ചെയ്തതു നിനച്ചാൽ, പുത്രത്തിൻ ദൈവാത്മാവിനാൽ അഭിഷേകം ചെയ്തതു നിനച്ചാൽ, ജീവനാളെല്ലാം നന്ദിയോടെ ഞാൻ വാഴ്ത്തി സ്തുതിച്ചിടുമേ. ജീവനാളെല്ലാം നന്ദിയോടെ ഞാൻ വാഴ്ത്തി സ്തുതിച്ചിടുമേ. വാഴ്ത്തുമേ ഞാൻ, വാഴ്ത്തുമേ ഞാൻ എന്നെ രക്ഷിച്ച യേശുവിൻ ദിവ്യനാമത്തെ, എന്നെ രക്ഷിച്ച യേശുവിൻ ദിവ്യനാമത്തെ. വാഴ്ത്തുമേ ഞാൻ. ആപത്തിൽ നിന്നെല്ലാം സൂക്ഷിക്കുവാൻ ദൈവദൂതരിൻ കാവലുണ്ട്, ആപത്തിൽ നിന്നെല്ലാം സൂക്ഷിക്കുവാൻ ദൈവദൂതരിൻ കാവലുണ്ട്. ജീവനാളെല്ലാം നന്ദിയോടെ ഞാൻ വാഴ്ത്തി സ്തുതിച്ചിടുമേ.
ജീവനാളെല്ലാം നന്ദിയോടെ ഞാൻ വാഴ്ത്തി സ്തുതിച്ചിടുമേ. വാഴ്ത്തുമേ ഞാൻ, വാഴ്ത്തുമേ ഞാൻ എന്നെ രക്ഷിച്ച യേശുവിൻ ദിവ്യനാമത്തെ, എന്നെ രക്ഷിച്ച യേശുവിൻ ദിവ്യനാമത്തെ വാഴ്ത്തുമേ ഞാൻ. പൂർണ്ണവിശുദ്ധിയിൽ ജീവിക്കുവാൻ കൃപയേറ്റം പകർന്നതിനാൽ, പൂർണ്ണവിശുദ്ധിയിൽ ജീവിക്കുവാൻ കൃപയേറ്റം പകർന്നതിനാൽ, ജീവനാളെല്ലാം നന്ദിയോടെ ഞാൻ വാഴ്ത്തി സ്തുതിച്ചിടുമേ. ജീവനാളെല്ലാം നന്ദിയോടെ ഞാൻ വാഴ്ത്തി സ്തുതിച്ചിടുമേ. വാഴ്ത്തുമേ ഞാൻ, വാഴ്ത്തുമേ ഞാൻ എന്നെ രക്ഷിച്ച യേശുവിൻ ദിവ്യനാമത്തെ, എന്നെ രക്ഷിച്ച യേശുവിൻ ദിവ്യ വാഴ്ത്തുമേ ഞാൻ. െയും ചേർത്തിടുവാൻ യേശു വേഗം വരുന്നതിനാൽ, മേഘത്തിലെന്നെയും ചേർത്തിടുവാൻ യേശു വേഗം വരുന്നതിനാൽ, ജീവനാളെല്ലാം നന്ദിയോടെ ഞാൻ വാഴ്ത്തി സ്തുതിച്ചിടുമേ. ജീവനാളെല്ലാം നന്ദിയോടെ ഞാൻ വാഴ്ത്തി സ്തുതിച്ചിടുമേ. വാഴ്ത്തുമേ ഞാൻ എന്നെ രക്ഷിച്ച യേശുവിൻ ദിവ്യ, എന്നെ രക്ഷിച്ച ദിവ്യനാമത്തെ വാഴ്ത്തുമേ ഞാൻ.